മലബാർ അങ്ങനെ ദിലീപിന്റെ ആഘോഷ പെരുന്നാൾ പരിപാടിയിലേക്ക് പങ്കെടുക്കാനായി QNCC എത്തിയിരിക്കുകയാണ് ഗൈസ്. പോകുന്നിടത്തൊക്കെ വലിയ വലിയ ബോർഡും ഫ്ലെക്സും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ പരിപാടിയുടെ. അപ്പൊ ഞങ്ങള് ഒരു 7:30 സമയത്താണ് അവിടേക്ക് എത്തിയത്. നല്ല സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ചെല്ലുമ്പോ. അത്യാവശ്യം ആൾക്കാര് ഫുള്ള് നമ്മുടെ ബാഗ്, ഫോൺ അങ്ങനത്തെ സംഭവമൊക്കെ സ്കാൻ ചെയ്തിട്ടൊക്കെയാണ് നമ്മളെ കടത്തി വിട്ടത്. അങ്ങനെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാൾ തന്നെയായിരുന്നു കേട്ടോ അത്. നിറച്ചങ്ങനെ ആൾക്കാരില്ല, എങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പരിപാടി തുടങ്ങിയിട്ടില്ല, അതിന് മുമ്പ് എത്ര ശ്രദ്ധയാണ് കൊറേ നേരം ബോറടിച്ചിരിക്കുകയായിരുന്നു, കാരണം പരസ്യങ്ങളുടെ ആറാട്ടായിരുന്നു. ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇതായി. പിള്ളേരും മിക്കയും കൂടിയൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ലാസ്റ്റ് ബാൽക്കണിയിലത്തെ ആൾക്കാരൊക്കെ കൂവി തുടങ്ങിട്ടോ, അത് കണ്ട് സുൽത്തും കൂവി. അവസാന ആങ്കർ വന്നിട്ടോ. ദിലീപാണല്ലോ മെയിൻ ആള്, അപ്പൊ അതുകൊണ്ട് ആളുടെ ഫിലിമിലെ മ്യൂസിക് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ ഫസ്റ്റത്തെ പ്രോഗ്രാം. സൂപ്പർ ആയിരുന്നു കേട്ടോ അത്. നല്ല സൗണ്ട് ലൈറ്റ് ഒക്കെ തന്നെയായിരുന്നു കേട്ടോ. കുട്ടീനെ കൊണ്ടുപോയത് പെട്ടോന്ന് വിചാരിച്ചു. പിന്നെ കുറെ അതിനേക്കാളും ചെറിയ കുട്ടികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പണി പാളാണി ഓടാൻ വേണ്ടി നിൽക്കുന്നതായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ല സൗണ്ട് കൂടുമ്പോ ഇക്കെടുത്ത് പുറത്തേക്ക് ഓടും. അപ്പൊ പിന്നെ ആ ഒരു പ്രശ്നം ഇല്ലാണ്ടായി. പിന്നെ നിഖില വിമലിന്റെ ഡാൻസ് ആയിരുന്നു കേട്ടോ. ഓരോരുത്തർക്കും സ്പെഷ്യലായിട്ട് ഇൻട്രോ നല്ല അടിപൊളി. ശരിക്കും നമ്മൾ ഫിലിം അവാർഡ്സ് ഒക്കെ കാണില്ലേ, സ്റ്റേജ് ഷോ, അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഹാളും സ്റ്റേജും എല്ലാം അടിപൊളിയായിരുന്നു. എഫക്റ്റും സൗണ്ടും കാര്യങ്ങളൊക്കെ. പിന്നെ നാദൃശാന്റെ പരിപാടി ഉണ്ടായിരുന്നു, ഫസ്റ്റത്തെ ഇൻട്രോ കാര്യങ്ങള്. അത് കഴിഞ്ഞിട്ടുള്ള പാട്ട്, മിമിക്രി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായി. എല്ലാം ഒരുവിധം അധികം നേരം എടുക്കണില്ല. ഓരോരുത്തരുടെ ഒരുവിധം കഴിഞ്ഞ് ഓരോരുത്തർ പോകുന്നു, അങ്ങനെ കേട്ടോ. മൂപ്പര് പാട്ട് പാടുമ്പോ എല്ലാരോടും ഇങ്ങനെ ലൈറ്റ് കത്തിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഒരു നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല. സുൽത്തും അത് ആദ്യമായിട്ട് അങ്ങനെയൊക്കെ ഒരു എൻജോയ് ചെയ്തു. എനിക്ക് ഫസ്റ്റ് നേരെ കളിക്കാൻ പോയിട്ട് സൈഡിൽ നിന്നിട്ട് കൂടെ സുൽത്തും ഉണ്ട്. പിന്നെ വിശാരടി വന്നു കേട്ടോ. അത് സൂപ്പർ ആയിരുന്നു കേട്ടോ ആളുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ ആള് പിന്നെ ദിലീപിനെ വെൽക്കം ചെയ്തു. അത് നല്ലൊരു ഇൻട്രോയും കാര്യങ്ങളും സംസാരം അങ്ങനെയായിട്ട് കുറച്ച് പോയി. പിന്നെ അതിനുശേഷം എല്ലാവരും ഇരുന്നിട്ട് അവരുടെ ഇങ്ങനെ ഓർമ്മകൾ പോലെ അല്ലെങ്കിൽ ആ ഫിലിമിന്റെ പാട്ടൊക്കെ വെച്ച് അങ്ങനൊക്കെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഇവിടെ സൈഡിൽ കൂടെ പിള്ളേരായിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെ ആ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അധികം കുഴപ്പമില്ല, എന്നാ ബോറടിയും ഇല്ല, എന്നാ ഒരു എന്റർടൈൻമെന്റും ആണ്. അങ്ങനെ ആ രീതിയിൽ പോകുന്നുണ്ട്. ഓരോ കാലഘട്ടത്തെ ഓരോ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നാദൃശയുടെ അനിയൻ സമ്മത്, ആള് തകർത്തു കേട്ടോ, പൊളിച്ചടുക്കി. നല്ല എനർജി ആയിരുന്നു കേട്ടോ സ്റ്റേജ്. എല്ലാവർക്കും നന്നായി ഡാൻസ് കളിക്കാനും എല്ലാത്തിനും അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വെയിറ്റ് ചെയ്തത് മൂപ്പറിനെ കാണാൻ വേണ്ടിട്ടോ. അത് കാരണമാണ് മെയിൻ ആയിട്ട് പ്രോഗ്രാമിന് പോയത്. അത് ആണ് മൂപ്പര് മതി ഒരു പരിപാടിക്ക്, ഇങ്ങനെ മതി, അത്രയും വാക്കുകളില്ല. അമ്മാതിരിയായിരുന്നു ലൈവ്. പ്രത്യേകിച്ച് ലൈവൊക്കെ കാണാൻ നമ്മൾ കുറെ വീഡിയോസ് കണ്ടതാണ്, പക്ഷെ ലൈവിലും അത്രയും എനർജിയിലും അത്രയും പെർഫെക്ഷനിലും മാഷാ അല്ലാ അത്രയും ഉയരത്തിൽ എത്തട്ടെ. ഇനിയൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാണ്ടിരിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമായ കാരണമായിട്ട് ഞാനത് വീണ്ടും അങ്ങനെ പറയുന്നത്. മലബാർ ഇങ്ങനെയുള്ള ഒരാളെ കണ്ടില്ല.
കാണുകയും എത്ര നാട് എനിക്ക് വേണ്ടതോ എനിക്ക് വേണ്ടതല്ല ആശംസകൾ അറിയുകയാണ്. അപ്പൊ നമുക്ക് ഇനി അടിച്ചു പൊളി പാട്ടുകളും എല്ലാം നിങ്ങൾ എൻജോയ് ചെയ്യുക. ആളെ കഴിഞ്ഞപ്പോ ഞങ്ങൾ നൈസായിട്ട് മുങ്ങിട്ടോ, അത്യാവശ്യം എൻജോയ് ചെയ്തു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.